എത്ര ആലോചിച്ചിട്ടും പി എം ശ്രീ പദ്ധതിയെ എന്തിനാണ് ഇടതുപക്ഷവും ഭരണകക്ഷിയും എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം പി എം ശ്രീ പദ്ധതി രാജ്യത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾ, ഉദാഹരണം നമ്മുടെ മോഡൽ ഹൈസ്കൂളുകളുണ്ട്, മോഡൽ പഞ്ചായത്തുകളുണ്ട്, മോഡൽ പോലീസ് സ്റ്റേഷനുകളുണ്ട്, അതുപോലെയുള്ള മോഡൽ സ്കൂളുകൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് എല്ലാ സ്കൂളുകൾക്കും ഇൻഫ്രാസ്ട്രക്ചറും സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ, ഒരുക്കി കൊടുക്കാൻ സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകളിൽ IIT പോലെ, നമ്മൾ IITക്ക് മുറവിളി കൂട്ടുന്നുണ്ടല്ലോ, അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് സ്കൂളുകളെ, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളും രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ 14,500 സ്കൂളുകളാണ് ഈ തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുക. അതിൽ കേരളത്തിന് കുറേയേറെ സ്കൂളുകളുടെ എണ്ണം കിട്ടും. ആ സ്കൂളുകൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ആ സ്കൂളുകൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന പദ്ധതിയെ എന്തുകൊണ്ട് ഇടതുപക്ഷവും ഭരണകക്ഷിയും അല്ലെങ്കിൽ UDFും LDFും എതിർക്കുന്നു എന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത്. ഇത് BJPയുടെ രാഷ്ട്രീയ പ്രശ്നമാണ് എങ്കിൽ അതിനെ രാഷ്ട്രീയ സമരം നടത്തി, രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ, ഇത് വിദ്യാഭ്യാസ പ്രശ്നമാണ്, ഇത് സ്കൂളുകളുടെ പ്രശ്നമാണ്, ഇത് നരേന്ദ്രമോദിയുടെ പ്രശ്നമല്ല. അപ്പോൾ നരേന്ദ്രമോദിയുടെയോ BJPയുടെ പ്രശ്നമാണെങ്കിൽ അവർക്ക് ലോക്ഭവൻ്റെ മുന്നിൽ സമരം നടത്താം, അല്ലെങ്കിൽ പാർലമെൻറ്റ് മാർച്ച് നടത്താം, അല്ലെങ്കിൽ എന്തെല്ലാം സമരമുഖങ്ങൾ അവർക്ക് രൂപപ്പെടുത്താം. എന്നാൽ സ്കൂളുകളുടെ കാര്യത്തിൽ എന്തിനാണ് ഈ കടുംപിടുത്തം? ഇവിടെ BJPയുടെ അജണ്ട, വിദ്യാഭ്യാസ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ കരിക്കുലം രൂപീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനോ ഈ PM ശ്രീ പദ്ധതിക്കോ ഒരു റോളില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തപ്പെട്ട വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായ കരിക്കുലം, അതാണല്ലോ NCERT ഇപ്പോൾ അവതരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, കേരളത്തിലെ കേന്ദ്ര വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത്, കേന്ദ്ര വിദ്യാലയങ്ങളുടെ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സ്കൂളുകളിൽ, സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. PM ശ്രീ പദ്ധതി ആണ് പ്രശ്നം. PM ശ്രീ പദ്ധതിയിൽ നടപ്പാക്കുന്നതിന് വലിയ പ്രശ്നമുണ്ടായി. കഴിഞ്ഞ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കുറച്ച് പൈസ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി, മറ്റ് വിദ്യാഭ്യാസ പദ്ധതികളുടെ പൈസ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി ഒപ്പിട്ടു, കള്ളയൊപ്പിട്ടു, കാശ് വാങ്ങിച്ചു എന്നാണ് അവർ പറയുന്നത്. അവരും ഈ പദ്ധതി എതിർക്കുക. അത് എതിർക്കാതെ കാശ് വാങ്ങിക്കാൻ വേണ്ടി കള്ളയൊപ്പിട്ട് അല്ലെങ്കിൽ ഒപ്പിട്ട് കാശും വാങ്ങിച്ച ശേഷം ഞങ്ങൾ PM ശ്രീയെ പദ്ധതിയെ എതിർക്കുന്നു എന്ന് പറയുക, ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? അതുപോലെ തന്നെ ഇടതുപക്ഷം അങ്ങനെ ചെയ്തെങ്കിൽ BJP വിരുദ്ധം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആരാണ് വലിയ BJP വിരുദ്ധൻ എന്ന് തെളിയിക്കുകയാണല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തേക്കാൾ വലിയ BJP വിരുദ്ധർ ഞങ്ങളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി UDF PM ശ്രീ പദ്ധതിയെ തള്ളിപ്പറയുന്നു. ആ തള്ളിപ്പറയുമ്പോൾ ആർക്കാണ് നഷ്ടം? ഈ 14,500 സ്കൂളുകളിൽ കുറച്ച് സ്കൂളുകൾ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. 60% കേന്ദ്ര സർക്കാർ, 40% സംസ്ഥാന സർക്കാർ, അതാണ് ആ ചെലവിൻ്റെ അനുപാതം. അപ്പോൾ ആ സ്കൂളുകളിലെ 60% എമൗണ്ട് കിട്ടാനുള്ള സംഗതി നഷ്ടപ്പെടും, അവസരം നഷ്ടപ്പെടും. അതല്ലാതെ എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാകുക? ഇനി PM ശ്രീ പദ്ധതിയാണത്. പ്രധാനമന്ത്രിയുടെ പേരിലുള്ള എത്രയോ പദ്ധതികൾ കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട്. ഇന്ദിരാ ആവാസ് യോജന, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പാക്കിയ പ്രധാനമന്ത്രി ആവാസ് യോജന, അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ പേരിലുണ്ട്. ഗൂഗിൾ നോക്കിയാൽ ലിസ്റ്റ് അറിയാം. അപ്പോൾ ഇവിടെ തന്നെ എന്തെല്ലാം പദ്ധതികളുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ദുരിതാശ്വാസ നിധി, CMDRF ആണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ്സുകാരൻ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി PMDRF ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? മിടുക്കന്മാരെന്താ ചെയ്യുക? ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങിയെങ്കിലേ ഇവിടെ കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തിനാണ് പിണറായി വിജയനും VD സതീശനുമൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുമ്പോൾ ആറന്മുള കണ്ണാടി കൊടുക്കുന്നത്, എടുക്കാൻ വയ്യാത്ത ബൊക്കെ കൊടുക്കുന്നത്? കാരണം അവരുടെ സൗജന്യവും കേട്ടസിയും അവരുടെ സഹാനുഭൂതിയും നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ കാണുമ്പോൾ പിണറായി വിജയനെ എന്തിനാണ് കെട്ടിപ്പിടിക്കുന്നത്? നിതിൻ ഗഡ്കരിയെ എന്തിനാ വീട്ടിൽ കൊണ്ടുപോയി ഗൾഫ് ഹൗസിൽ കൊണ്ടുവച്ച് ഭക്ഷണം കൊടുത്ത് ആദരിക്കുന്നത്? അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ കയ്യിൽ പണമുണ്ട്, ആ വകുപ്പിൻ്റെ, അയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല,
ആ പണമുണ്ട്. ആ പണം നമ്മുടെ നാഷണൽ ഹൈവേക്ക് ഉപയോഗിക്കണം, നമ്മുടെ റോഡ് വികസനത്തിന് ഉപയോഗിക്കണം. അങ്ങനെയാണ് എല്ലാ കേന്ദ്രമന്ത്രിമാരെയും ഇവിടെയുള്ള സംസ്ഥാന മന്ത്രിമാർ പോയി സംസാരിക്കുന്നത്. ഇപ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് ഓണത്തിന് അരി വേണമെന്ന് പറഞ്ഞ് പോകുന്നത് എവിടെയാ? ട്രംപിൻ്റെ അടുത്തല്ല, പുട്ടിൻ്റെ അടുത്തല്ല, നേരെ മറിച്ച് നേരെ കേന്ദ്രത്തിൻ്റെ അടുത്താണ്, കേന്ദ്രമന്ത്രിയുടെ അടുത്താണ്, ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്താണ്. അതൊന്നും വാങ്ങിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ പുട്ടടിക്കും, ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ റോഡ് പണിയും, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പണം വാങ്ങിക്കും, ഇതെല്ലാം ചെയ്യാം. എന്നാൽ PM-ശ്രീ പദ്ധതി, സ്കൂളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഞങ്ങൾ നടപ്പാക്കത്തില്ല. നടപ്പാക്കിയാൽ ആകാശം ഇടിഞ്ഞു വീഴും. രാഷ്ട്രീയ സമരമാണെങ്കിൽ രാഷ്ട്രീയ സമരം പ്രത്യേകം നടത്തണം, നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ആ രാഷ്ട്രീയ സമരം നടത്താൻ ഈ രാഷ്ട്രീയ സമരം ഒന്നാന്തരം പിള്ളേർ ചെറുപ്പക്കാർ നടത്തിക്കൊടുത്തല്ലോ, കോർക്കോച്ച് ഇവർ നടത്തിക്കൊടുക്കല്ലോ, CJP നടത്തിക്കൊടുത്തു. ആ നടത്തിക്കൊടുത്തതിൻ്റെ അയലത്തെത്താൻ ഇവിടുത്തെ കോൺഗ്രസിനോ ഇവിടുത്തെ LDF-നോ കഴിഞ്ഞോ? ഇല്ല. അവസാനം ആ പിള്ളേരുടെ വാലയെ തൂക്കി നീങ്ങുകയല്ലേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്താൻ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. എന്നാൽ ഇവർ വിളിച്ചാൽ ഇത്രയും പേര് ചെല്ലുവോ? ഇവർ അവസാനം ആ പിള്ളേരുടെ വാലയെ പിടിച്ച് ഞങ്ങളും അതിൻ്റെ ഭാഗമാണ് എന്ന് മേനി നടിക്കുക അല്ലാതെ ഇവർക്കൊരു നല്ല സമരം നടത്താൻ ശേഷിയില്ല. കാരണം ഇവരുടെ പഴകിയ മുദ്രാവാക്യങ്ങൾ, കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പഴകിയ മുദ്രാവാക്യങ്ങൾ അതൊക്കെ മാറി. അതാണ് ആ കുട്ടികൾ ഒന്നാന്തരം മുദ്രാവാക്യങ്ങളും എങ്ങനെ ഒരു സമരം നടത്തണം എന്നീ കടൽ കിളവന്മാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് CJP ചെയ്തത്. അതെങ്കിലും ഒന്ന് ആവർത്തിക്ക്, അതെങ്കിലും ഒന്ന് പഠിക്ക്. ഇപ്പോഴും പന്തം കൊളുത്തി പ്രകടനവും സൈക്കിൾ ജാഥയും ഇപ്പോഴും പ്രതിഷേധവും കരിങ്കൊടി പ്രകടനവും വഴിതടയലും കൊണ്ട് നടത്താതെ ഇതുപോലുള്ള പുതിയ സമരമുഖങ്ങൾ, പുതിയ മുദ്രാവാക്യങ്ങൾ അതൊക്കെയാണ് വേണ്ടത്. അതിനുപകരം വീണ്ടും PM-ശ്രീ പദ്ധതി പ്രധാനമന്ത്രിയെ തൊടത്തില്ല. പ്രധാനമന്ത്രിയുടെ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് തന്നെ പ്രധാനമന്ത്രിമാരുടെ പേരിൽ എത്ര പദ്ധതികളുണ്ടോ ഉണ്ടാക്കി. അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് വേണ്ടെന്ന് വെച്ചാലോ? മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോകുന്നു. K. കരുണാകരൻ കോൺഗ്രസ്സാണ്, ഞങ്ങൾ പോകത്തില്ല എന്ന് ഏതെങ്കിലും പൊട്ടം പറയൂ? അല്ലെ പറയുന്നത് വിഡ്ഢിയല്ലേ? ഇന്ദിരാഗാന്ധി വിമാനത്താവളം, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിൽ, ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ്, ഞാൻ പോകത്തില്ല എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ആരുടെയൊക്കെ പേരിൽ എന്തെല്ലാം ഇവിടെ നടക്കുന്നു? അതൊക്കെ പെട്ടെന്ന് മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള അതിനെയൊക്കെ ആദരിക്കുകയാണ് ചെയ്തത്. അത് ഓരോ സർക്കാർ അവരവരുടെ കാലത്ത് ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ചികിത്സാ സഹായ പദ്ധതി നടപ്പാക്കാൻ പോവുക. മാർക്സിസ്റ്റ് എല്ലാം കൂടെ പറയുക ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്, ഞങ്ങൾക്കത് വേണ്ട. ഏതെങ്കിലും പൊട്ടം പറയുന്നവൻ ബുദ്ധിയുള്ളവനാണോ? അല്ല. മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ ആഹ്വാനം ചെയ്യുമോ? ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പൊട്ടത്തരമാണ്. ഈ PM-ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷവും UDF-ഉം കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്. കേന്ദ്ര സർക്കാരിനെ കണ്ട് പരമാവധി സഹായം നേടിയെടുക്കുക, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തട്ടെ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം എന്താ? കുത്തഴിഞ്ഞ് കിടക്കുകയല്ലേ. സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ പിള്ളേർ പോകുന്നുണ്ടോ? ഇടക്കാലത്ത് സർക്കാർ സ്കൂളിൽ V. ശിവൻകുട്ടി എന്തൊക്കെ പറഞ്ഞാലും V. ശിവൻകുട്ടി ഏറ്റവും വലിയ വിവാദ പുരുഷനും അയാൾക്ക് വിവരമില്ലെന്നും അയാൾ നാക്ക് പിഴ ഉണ്ടാകുന്നവനാണെന്നൊക്കെ ആദ്യം പറഞ്ഞ് എല്ലാവരും പരിഹസിച്ചു. തുടക്ക സമയത്ത് നല്ല രീതിയിൽ വിദ്യാഭ്യാസ സ്കൂളുകൾ നല്ല പ്രവർത്തിച്ചു. ഇപ്പം സ്കൂളുകളിലെങ്ങും പിള്ളേർ പോകുന്നില്ല. കാരണം സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ് കിടക്കുക. കുത്തഴിഞ്ഞെന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞതിൻ്റെ അങ്ങേയറ്റം വല്ലതും പറയാനുണ്ടോ? അത് പറയാം. വിവരമുള്ള പിള്ളേരൊന്നും ഇറങ്ങുന്നില്ല. അല്ല, പഠിക്കുന്ന വിവരം, കാരണം അവിടെ പഠിത്തമല്ല അവിടെ നടക്കുന്നത്. അവിടെ പിള്ളേർ കിടന്ന് കറങ്ങി നടക്കുക. അവിടെ മയക്കുമരുന്നും കഞ്ചാവും MDMA ഒക്കെയാണ് ഇപ്പോഴത്തെ ക്യാമ്പസുകളിൽ വിരാജിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം കുട്ടിച്ചോറായി. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വെളിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എത്ര പേര് ജയിക്കുന്നുണ്ട്? എത്ര പേർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്? പഠിക്കുന്ന പിള്ളേർ എവിടെ വെച്ചാലേ പഠിക്കും. ഒരു ആവറേജ് പിള്ളേരെ മെച്ചപ്പെടുത്തി എടുക്കാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് കഴിയുന്നില്ല. സിൻഡിക്കേറ്റുകൾ, യൂണിവേഴ്സിറ്റികൾ മൊത്തം രാഷ്ട്രീയവത്കരിച്ചു. അടിയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഗവർണറും ഇവിടുത്തെ ഭരണകക്ഷി CPM ആയിരുന്നപ്പോൾ CPM, ഇപ്പോൾ കോൺഗ്രസ് തമ്മിലുള്ള അടിയാണ് നടക്കുന്നത്. ആ അടി നടക്കുന്നതിനിടയ്ക്ക് വിദ്യാഭ്യാസ രംഗം ആരും ശ്രദ്ധിക്കുന്നില്ല. സർവകലാശാലകൾ EGM തൊഴുത്തുകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗം കുട്ടിച്ചോറായി. സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേരെങ്കിലും ഒന്ന് മെച്ചപ്പെടട്ടെ, അവർക്ക് കുറച്ച് സൗകര്യങ്ങൾ കിട്ടട്ടെ, കുറേ പണം കിട്ടട്ടെ, ആ പണം അനുസരിച്ച് ആ സ്കൂളുകൾ മെച്ചപ്പെടട്ടെ എന്ന് കരുതുന്നതിന് പകരം ഞങ്ങൾ PM-ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഹാലിളകുന്ന ആരാ? മുസ്ലിം ലീഗിലെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ഒരുത്തനും അതിനെ എതിർക്കുന്നില്ല.
കാരണം ലീഗ് കേന്ദ്രത്തിൽ പോയി കാശ് വാങ്ങിക്കുന്നുണ്ടല്ലോ കേന്ദ്ര സർക്കാർ. ഞങ്ങൾ BJP അവിടെ ഭരിക്കുന്നത്, ഞങ്ങൾ മുസ്ലിം ലീഗാ, അതുകൊണ്ട് ഞങ്ങൾ അവരെ തൊടത്തില്ല എന്ന് PWD മന്ത്രി പറഞ്ഞോ? ബഷീർ പോയി ഗഡ്കരിയെ കണ്ട് ബൊക്കയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് പൈസ കാശ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതാണ് മിടുക്ക്. അപ്പോൾ കേന്ദ്ര ഭരണത്തിൽ നിന്ന് നമുക്ക് അവരുടെ ഒന്നും കുടുംബസ്വത്തല്ല, വീട്ടിൽ നിന്ന് വസ്തു വിറ്റ് കൊണ്ടുവന്ന പൈസയൊന്നും അല്ലല്ലോ, കുടുംബസ്വത്ത് എടുത്ത് തരുന്നതല്ല, സർക്കാരിൻ്റെ പൈസ, ജനങ്ങളുടെ പൈസ. ആ രൂപ പരമാവധി പുതിയ പദ്ധതികളിലൂടെ അല്ലെങ്കിൽ പുതിയ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികൾ എത്രമാത്രമുണ്ടോ അത് ഉപയോഗപ്പെടുത്തി പരമാവധി സാമ്പത്തിക സഹായം നേടി കേരളത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കുക എന്നതാണ് ബുദ്ധി. അല്ലാതെ ഈ കാണിക്കുന്ന രാഷ്ട്രീയ രംഗം ഇത് വെറും രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഇതുകൊണ്ട് കേരളത്തിന് ഒരു ഗുണവുമില്ല. ഞാൻ BJP-കാരനൊന്നുമല്ല. പക്ഷേ കേന്ദ്ര പദ്ധതികൾ അത് ഏത് പദ്ധതിയാണെങ്കിലും ആ ബുദ്ധിപരമായി അതിനോട് ചേർന്ന് നിന്നതുകൊണ്ട് അതിൻ്റെ നോംസ് അനുസരിച്ച് പൈസ വാങ്ങിയെടുക്കുക, പണം വാങ്ങിയെടുക്കുക. കരിക്കുലത്തിലൊരു മാറ്റവുമില്ല. ഇനി BJP-യുടെ ഗണസംഗീതമല്ലല്ലോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എഗ്ഗേവാറിൻ്റെ ജീവചരിത്രം മാത്രമല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഇവിടെ NCERT-യുടെ സിലബസ് ഉണ്ട്. അല്ലെ, സിലബസിനകത്ത് മാറ്റം വരുത്തില്ലെന്നാണ്. കേരളത്തിലെ സിലബസ് കേരള ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നത്. ആ കേരള ഗവൺമെൻറ് നിശ്ചയിക്കുന്ന സിലബസിനകത്ത് അവർ ഇടപെടുന്നില്ല, കേന്ദ്രം ഇടപെടുന്നില്ല. പിന്നെ കരിക്കുലത്തിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല, അവരിടപെടുന്നില്ല. കേരളത്തിലെ സ്കൂളുകളിൽ കേരളത്തിലെ കരിക്കുലമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ആരെ പറ്റിക്കാനാ? എത്ര പേർ ഈ പാവങ്ങളെ പറ്റിച്ച് നിങ്ങൾ ഈ നാട് നശിപ്പിച്ചു. വിദ്യാഭ്യാസവും വിവരമില്ലാത്ത പാവങ്ങളെ കുറച്ച് പറ്റിക്കാൻ പറ്റും. നരേന്ദ്രമോദിയാണ്, കേന്ദ്രമാണ്, BJP-യാണ്, ഞങ്ങൾ അതിനെതിരെ ശക്തമായി BJP-ക്കെതിരെ എത്രമാത്രം ശക്തമായ നിലപാട് ആരെടുക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ മത്സരം. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് അടി കിട്ടിയത് മുസ്ലിങ്ങളെല്ലാം കൂടെ തിരിച്ചു കുത്തിയത് കൊണ്ടാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. അപ്പം പാവപ്പെട്ട മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഞങ്ങൾ BJP-യാണ്, വിരുദ്ധമാണ്, BJP വിരുദ്ധം. ആരാണ് BJP വിരുദ്ധം? ഞങ്ങളാണ് കൂടുതലെന്ന് LDF, ഞങ്ങളാണ് കൂടുതൽ BJP വിരുദ്ധമെന്ന് CPM. ഇടക്കാലത്ത് ഒരു അടിപറ്റി. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിങ്ങളെല്ലാം കൂടെ അപ്പുറത്ത് പോയി ഹിന്ദുക്കൾ കൈവിടുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അല്പം ഹിന്ദുത്വം കയറി CPM അടിച്ചു തുടങ്ങിയിട്ട് ഇപ്പം മുസ്ലിങ്ങളെല്ലാം കൂടെ തിരിച്ചു കുത്തി. ഉടനെ ഇപ്പോൾ മുസ്ലിങ്ങൾ അടിക്കും, മുസ്ലിം പ്രീണനം നടത്തുക, ഹിന്ദു വിരോധം അടിക്കുക. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഇപ്പോൾ കോൺഗ്രസിനോടും VD സതീശനോടും എനിക്ക് പറയാനുള്ളത്, ഷംസുദ്ദീൻ വിവരവും വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാം. മണ്ണാർക്കാട് MLA ആയിരുന്ന ഇവരോട് എനിക്ക് പറയാനുള്ളത്, പരമാവധി സഹായം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ നോക്കുക. അതിൻ്റെ ഗുണം ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കിട്ടട്ടെ. ഏത് പദ്ധതിയാണെങ്കിലും അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്. രാഷ്ട്രീയം നോക്കണോ? നിങ്ങൾ ധർണ നടത്തുക, പ്രകടനം നടത്തുക, പാർലമെൻറ്റ് വളയുക. ഇവിടുന്ന് എല്ലാം കൂടെ പോയാലും പാർലമെൻറ്റ് വളയാൻ പറ്റത്തില്ല. ആ ജന്തർ മന്ദിറിലെ ആ ഭാഗത്ത് ഈ പിള്ളേർ, നമ്മുടെ കോക്രോച്ച് പിള്ളേർ കൂടി അത്രയും പോലും ഇവിടുത്തെ പാർലമെൻറ്റ് വളയാൻ UDF-നോ അല്ലെങ്കിൽ CPM-നോ കഴിയത്തില്ല. ആ മൂലയ്ക്ക് അത്രയ്ക്ക് വലിയ പാർലമെൻറ്റ് വളപ്പ്. മൂലയ്ക്ക് കാണാൻ പോയി 2 പ്രകടനം നടത്തി ഫോട്ടോ എടുത്തിട്ട് പോരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി എനിക്ക് VD സതീശനോടും ഷംസുദ്ദീനോടും പറയാനുള്ളത്, പരമാവധി കേന്ദ്ര സഹായം നേടിയെടുക്കുക. ഈ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ കെണിയിൽപ്പെടാതെ പരമാവധി പദ്ധതി അവർ കാണിച്ച ബുദ്ധിയെങ്കിലും കാണിക്കുക. ഒപ്പിടുകയും ചെയ്തു, പണം വാങ്ങിക്കുകയും ചെയ്തു, എന്നിട്ട് ഞങ്ങൾ എതിർക്കുകയും ചെയ്യുന്നു. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്, ഭരണവും സമരവും ഒരേപോലെ കൊണ്ടുപോകാവുന്ന. അപ്പോൾ അതുകൊണ്ട് BJP സർക്കാർ BJP ആണ് എന്ന് യാഥാർത്ഥ്യബോധം നമ്മൾ ഉൾക്കൊള്ളുക. കേന്ദ്രത്തിൽ നിന്ന് പരമാവധി കിട്ടാനുള്ളത് വാങ്ങിക്കുക. സ്നേഹത്തോടെയും സൗമ്യതയോടെയും നല്ല ബന്ധവും സൃഷ്ടിച്ച് വാങ്ങിച്ചെടുക്കുക. കേരളത്തിന് ഗുണം ചെയ്യുക. ഓക്കെ, താങ്ക് യു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.